പഠിക്കുന്ന നെഗറ്റീവ് അവളെയാണ്. അവളെയൊന്നും പറയണമെന്ന് കാര്യമില്ല. അവനൊക്കെ വല്ല വിളയിലും പോയി തൂറാൻ പറയും. ലാലേട്ടൻ തുടരുന്ന സിനിമയിലൂടെ കംബാക്ക് തിരിച്ചു ഈ സിനിമയിലൂടെ ദിലീപേട്ടൻ തിരിച്ചുവരവ് തെളിയിച്ചിട്ടുണ്ട്. കാരണം പടം നന്നായിട്ടുണ്ട്. മീൻസ് പുള്ളി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പറഞ്ഞ ആൾക്ക് ശേഷം ആയതുകൊണ്ടായി. അതായത് കഥ വയസ്സ് നോക്കിയാൽ ഒരു ക്ലീശ സംഭവങ്ങളായി. പക്ഷെ ഇപ്പോഴും സോഷ്യൽ മീഡിയ സോഷ്യൽ ലൈഫിൽ നടക്കുന്ന എല്ലാ സംഭവവും, അതായത് ഈ എന്ത് ചെയ്താലും നാട്ടുകാരെ അറിയുന്ന ഒരു സംഭവം അത് മര്യാദയ്ക്ക് ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. ആർക്ക് അതായത് എന്ത് ചെയ്താലും ആ ഒരു സംഭവം പടം കൊള്ളാം. ഫാമിലിക്കുള്ള പടം തന്നെയാണ്. ധ്യാനം റെസ്പോൺസ് ഇല്ല, മീൻസ് ഇല്ല റോളില്ല. ഓക്കെ, പുള്ളി ചെയ്ത റോളുണ്ട്. ഇതിൽ മെയിൻ ദിലീപനെയാണ്. ഞാൻ നടി നന്നായിട്ടുണ്ട്. പിന്നെ ഡയറക്ടറിന്റെ ഫസ്റ്റ് പടം കൂടെയാണ്. അപ്പം എനിക്കാര് പണ്ടേ ഒരു ഇതാണല്ലോ. പിന്നെ മഞ്ജുപിള്ള ചെയ്ത റോള് അത് ആയിട്ടുണ്ട്. കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട് ബ്രോ. ഫാമിലി എന്തെങ്കിലും ഇഷ്ടപ്പെടും. നല്ല പടമാണ്. കാരണം ഫാൻസാർക്കുള്ള പക്ക ഫാമിലി പടമാണ്. പഴയ വീന് പുതിയ കുപ്പിൽ നിന്നൊരു മെത്തേഡുണ്ട്, എന്നാലും ഉണ്ട്, കൊള്ളാം. നല്ല ഉഗ്രൻ സിനിമ. ഉഗ്രൻ സിനിമ എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. ഇതിൽ ആദ്യത്തെ നല്ല ഒരു സല്യൂട്ട് കൊടുക്കേണ്ട ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്കാണ്. കാരണം മലയാളം ഇടിയും ബ്ലഡിലേക്കും വേറൊരു കർണാടകയും മറ്റ് ബാക്കിയുള്ളവരുണ്ടാക്കുന്നത് പോലെ കുറെ ബ്ലഡ് ഷെല്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ സിനിമ ഉണ്ടാക്കിക്കൊണ്ട് അതിലേക്ക് ഞങ്ങളെയൊക്കെ അഡിക്റ്റ് ചെയ്യുകയായിരുന്നു ഇതുവരെ ചെയ്തത്. പക്ഷേ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരു സിനിമ എങ്ങനെ കയറും എന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി പറഞ്ഞുതരും. കാരണം ആ ടൈറ്റിലുള്ളത് പോലെ തന്നെ ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ക്ലീൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫാമിലി എന്റർടൈൻ. ദിലീപേട്ടനെ ഇനിയെങ്കിലും ക്രൂശിക്കാതിരിക്കുക ആൾക്കാർ. കാരണം അത്രയ്ക്കും കഴിവുള്ള നടനാണ് അദ്ദേഹം. അത്രയ്ക്കും കഴിവുള്ള കുടുംബ പ്രേക്ഷകരുടെ പൾസ് അറിയുന്ന നടനാണ് അദ്ദേഹം. അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവരി വൺ. സിദ്ദിഖിനെ കുറിച്ചൊന്നും പറയാൻ വാക്കുകളില്ല. ആസ് എ ആക്ടർ എന്താണ്, പല സ്ഥലങ്ങളിലും കണ്ണു നിറഞ്ഞു, പല സ്ഥലങ്ങളിലും ചിരിച്ചു. എന്താ പറയാ, സ്റ്റണ്ടും അടിയും പിടിയും അതൊന്നല്ല. ഇത് ഇങ്ങനെയുള്ള ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് വന്ന മനുഷ്യനാണ്. എൻ്റെ ഫാമിലി, എൻ്റെ ഭാര്യ, എൻ്റെ മോനും പറയുന്നു എനിക്ക് ഈ പടം ഒരു പ്രാവശ്യം കൂടെ കാണണം എന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതാണ് ഒരു സിനിമയുടെ വിജയം. അവരെ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഞാൻ അവരെ ഇന്ന് സമയമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കാണിക്കുകയും ചെയ്യും. അത്രയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉള്ള സോഷ്യൽ റെലവൻസ് ഉള്ള സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു സിനിമ. അതിന് ആദ്യത്തെ സല്യൂട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ പ്രൊഡ്യൂസർക്കാണ്. കോടികളുടെ പിന്നാലെ പോകുന്നതല്ല മലയാള സിനിമ എന്നുകൂടി കാണിച്ചിട്ടിരിക്കുക. മലയാളികളെ മനസ്സിലാക്കിയതിന് ആൾക്ക് വലിയൊരു നന്ദി. നല്ല ഫിലിമായിരുന്നു. കോമഡി ഫിലിമായിരുന്നു. നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. ദിലീപ് സൂപ്പർ. പഴയ ദിലീപിനെ നമുക്ക് തിരിച്ചു കിട്ടി. അതെ, കോമഡിയാണ്. കിടിലം പടം. ദിലീപേൻ്റെ ഒരു തിരിച്ചുവരവ്, 150ാമത്തെ സിനിമ ചേട്ടൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവ്. കാരണം കംബാക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കംബാക്ക്. ഇപ്പോൾ ലാലേട്ടൻ തുടരുന്ന സിനിമയിലൂടെ കംബാക്ക് തിരിച്ചുവരവ് ഈ സിനിമയിലൂടെ ദിലീപേട്ടൻ തിരിച്ചുവരവ് തെളിയിച്ചിട്ടുണ്ട്. കാരണം ദിലീപേട്ടൻ സിനിമയെ നമുക്ക് നമ്മളൊരു ദിലീപ് ഫാൻ എന്ന രീതിയിൽ ഞാൻ ഇപ്പോൾ ഒരു നല്ലൊരു ഫാമിലി പടം പ്രതീക്ഷിച്ചെന്ന് അതിന് ഇരട്ടി സന്തോഷമായിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. കഴിഞ്ഞ പടങ്ങളിൽ കാട്ടിയും കിട്ടിയ ഒരു നിരാശ ഈ സിനിമ കൊണ്ട് ദിലീപേട്ടൻ തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് വേറെ ഒന്നും പറയില്ല. ദിലീപേട്ടന് ആരെ കുറ്റം പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും തിരിച്ചടിയായിട്ട് ദിലീപേട്ടൻ ഈ സിനിമ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മേക്കിംഗ് ആയാലും ഡയറക്ഷൻ ആയാലും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് സിനിമ മൊത്തത്തിൽ ടോട്ടലി 10ൽ 10 റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും സിനിമ. ദിലീപേട്ടൻ ഒരു വൻ തിരിച്ചുവരവാണ്. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഒന്നിനൊന്നിനെ മികവായിരുന്നു. അത് സിദ്ദിഖായിരുന്നാലും ബിന്ദു പണിക്കരൊക്കെ കോമഡിയൊക്കെ പക്ക കോമഡിയായിരുന്നു. ദിലീപേട്ടൻ്റെ കോമഡി അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാം പക്കയായിരുന്നു. ഡയറക്ഷൻ എല്ലാം പക്കയായിരുന്നു. ദിലീപേട്ടനോട് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും റൊമാൻറ്റിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ റൊമാൻറ്റിക്കലായിരുന്നു. അവരെല്ലാം കോമഡി. പിന്നെ ലാസ്റ്റ് പിന്നെ നമുക്ക് എന്താ പറയുക, ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് സിനിമയിലുണ്ട്. പിന്നെ ഈ ഓൺലൈൻ മീഡിയകളും അതുപോലെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും കണ്ണടച്ചു. അതിൽ തന്നെ ദിലീപേട്ടൻ്റെ പടം കണ്ടിട്ട് ഓരോ കയ്യടിയിലും കാര്യങ്ങളുമായിരുന്നു തിയേറ്ററിനകത്ത്. എല്ലാവരും ഭയങ്കര രസമായിട്ടുള്ള ചിരിയും ഭയങ്കര രസമായിരുന്നു. ഈ പ്രായത്തിലും പുള്ളിക്ക് റൊമാൻസ് കാണിക്കാൻ പിന്നെ എന്തുകൊണ്ട് എനിക്ക് റൊമാൻസ് കാണിച്ചുകൂടാന്നാണ് എൻ്റെ ചോദ്യം. റൊമാൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് ദിലീപേട്ടനെ. കോമഡി വർക്കാണ്. പിന്നെ നെഗറ്റീവ് പഠിക്കുന്നത് നെഗറ്റീവ് അവളെയാണ്. അവളെയൊന്നും പറയണമെന്ന് കാര്യമില്ല. അവനൊക്കെ വല്ല വിളയിലും പോയി തൂറാൻ പറയും. അല്ല വിളയാത്തെന്ന് പറയാം. ഫാമിലി ഒരു കംബാക്ക് തന്നെയാണ്. ദിലീപേട്ടൻ അങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. ധ്യാനം ദിലീപേട്ടനായിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, വർക്കായിട്ട്. മഞ്ജു പ്ലസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു ഇമോഷണൽ കണക്ട് ആവുന്നുണ്ട്. സിദ്ദിഖ്, ജോണി ആന്റണി ഇവരൊക്കെ എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. സ്ഥിരം ചിരിപ്പിക്കുന്ന ജോണി ഒരു വ്യത്യസ്ത കഥാപാത്രമാണ്. കൊള്ളാം. അതിൽ സ്കോർ ചെയ്ത് മഞ്ജു പിള്ളയാണ്. പുള്ളിയുടെ സ്ഥിരം ഇതാണ്. പക്ഷേ ഒരു വ്യത്യസ്തമുണ്ട്. ചളി കോമഡി ഒന്നും ഇല്ല. അതിനാണ് അതിന്റെ ഹൈലൈറ്റ്.